ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന എഗ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് റൈസ് കുക്കറിലാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നോർമൽ പാത്രത്തിലും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഓൾ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അതിനൊരു പാൻ ചൂടാകുമ്പോൾ കുറച്ചൊന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച 2 സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രഷ് ചെയ്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒപ്പം തന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും പിന്നെ ക്യാരറ്റ് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2 ടൊമാറ്റോ ചേർത്തിട്ട് ഒന്ന് ടൊമാറ്റോ ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിത് 1/2 കിലോ റൈസിനുള്ള അളവാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇനി ഇതിലേക്കൊരു 3-4 മുട്ട ചേർത്തിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാത്ത വെജിറ്റബിൾസായിട്ടും ചെയ്യാം കേട്ടോ, സെയിം മെത്തേഡിൽ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഓൾമോസ്റ്റ് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നോർമലി ചെയ്യാറുള്ളത് കുറച്ച് വലിയ പാത്രത്തിൽ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് റൈസ് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതുപോലെ ഒരു തട്ടുണ്ടാവും, പിന്നെ സ്റ്റീം ചെയ്തെടുക്കാനുള്ള പ്ലേറ്റ്. അത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതുപോലുള്ള റൈസ് വേവിക്കാനുള്ള പോട്ട്. ഇത് 1 കിലോ റൈസ് ഇതിൽ വേവിച്ചെടുക്കാം കേട്ടോ. പ്ലെയിൻ റൈസ് ആണെങ്കിൽ, മസാല ഒക്കെ ഇട്ട് ചെയ്യുന്നതെങ്കിൽ 3/4 കിലോ റൈസ്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ ഒരു തട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തില്ലാലും കുഴപ്പമില്ല. ഇനി ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പാണ്. അപ്പോൾ 2.5 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 കിലോ റൈസ്. ഞാൻ ജീര റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നെയ്ച്ചോറിൻ്റെ ചെറിയ അരി. നിങ്ങൾക്ക് ബാസ്മതി റൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മാത്രമായിട്ട് വേവിക്കണമെങ്കിൽ ഇതുപോലെ അങ്ങ് വേവിച്ചാൽ മതി, അതിലോട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു മസാല ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു റൈസ് കുക്കറിൽ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമ്മളിത് ഈ ഒരു കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വെക്കുക. പിന്നെ പ്ലഗ് പോയിൻറ്റിലും കൂടെ കണക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ താഴെ ഒരു ബട്ടൺ ഉണ്ടാവും, ഇതിനെ ഒന്ന് താഴോട്ടാക്കി കൊടുക്കണം. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് ആകുമ്പോൾ നോക്കിയാൽ മതി. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ നോക്കിയാൽ മതി. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ്, ഇതൊന്ന് ഈ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാം, മേലോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇത് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടിയിൽ പിടിക്കുന്ന അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ളതുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് വെന്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ കൊടുത്തേക്കാം. അത് ഇതിനേക്കാളും വലിയ സൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.
താങ്ക് യു.